Good morning all. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് SQLൻ്റെ ബേസിക്സ് ആണ് പഠിച്ചത്. എങ്ങനെ നമ്മളൊരു സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് എന്താണ്, അതിൽ വരുന്ന ബേസിക് കമാൻഡുകൾ, ടൈപ്പ് ഓഫ് ലാംഗ്വേജസ്, ഒരു 4 ലാംഗ്വേജ്, ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ അന്ന് ഞാൻ എന്താണ് ഡാറ്റാബേസ് എന്നും ഒരു ഡാറ്റാബേസിൽ നമ്മൾ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് SQL ലാംഗ്വേജ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ SQL ഓരോന്നും നമ്മൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവാണ് ഇന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ DDL, അന്ന് ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞില്ലേ എന്താണ് DDL, അതിൽ വരുന്ന കമാൻഡുകൾ പറഞ്ഞില്ല. അപ്പോൾ ഈ DDL വരുന്ന കമാൻഡുകളാണ് ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പം DDL സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഒരു കാര്യം പറയാം. അതായത് ഇപ്പോൾ നമുക്കൊരു ഡാറ്റാബേസ് ഉണ്ട്. ഡാറ്റാബേസ് എന്ന് പറയുന്നത് നമ്മുടെ ക്ലാസ്, ഇപ്പോൾ Bcom എന്ന് പറയുന്ന Bcom തേർഡ് ഇയർ ആണ് നിങ്ങളുടെ ക്ലാസ് അല്ലേ. Bcomൽ തേർഡ് ഇയറിലെ സ്റ്റുഡൻസിൻ്റെ ഒക്കെ ലിസ്റ്റ് നമുക്ക് ഒരു ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്യണം. അപ്പോൾ നമ്മൾ ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്യുന്നത് ടേബിൾസിൻ്റെ ഫോർമിലാണ്. ഓക്കെ, ടേബിൾസിൻ്റെ ഫോമാറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നിങ്ങളുടെ ഡാറ്റയൊക്കെ സ്റ്റോർ ചെയ്യുന്നത്. സാധാരണ നമ്മുടെ കോളേജിൽ അല്ലെങ്കിൽ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ നിങ്ങളെ ഡീറ്റെയിൽസൊക്കെ സ്റ്റോർ ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു റെക്കോർഡിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യുന്നു, നിങ്ങളുടെ പേര്, നിങ്ങളുടെ ക്ലാസ്, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങളുടെ ഏജ്, നിങ്ങളുടെ അഡ്രസ്സ്, അതൊക്കെ ഇങ്ങനെ എഴുതി വെക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മുടെ ഓഫീസ് സ്റ്റാഫ് എന്ത് ചെയ്യും, നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ എക്സലിൻ്റെ ഉള്ളിൽ, എക്സലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ, എക്സലിൻ്റെ ഉള്ളിൽ ഓരോ സെല്ലിൽ നിങ്ങളുടെ ഓരോ ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഒരു ലിമിറ്റേഷനുള്ള എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ കുറേ കാലം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സൂക്ഷിച്ച് വെക്കാൻ പറ്റില്ല. ഇപ്പം സിസ്റ്റം ക്രാഷ് വന്നാലോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫ്ലഡൊക്കെ വന്നാൽ നമ്മുടെ ഫയൽസൊക്കെ ലോസ്റ്റ് ആയി പോകില്ലേ. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡാറ്റാബേസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് തന്നെ പഠിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനത്തെ ഡെപ്തായിട്ടുള്ള കാര്യങ്ങളൊന്നും പഠിക്കാനില്ല. അപ്പോൾ നമ്മളൊരു ലാംഗ്വേജ് പഠിക്കുമ്പം അത് എന്തിനാണെന്നും അതിൻ്റെ യൂസസ് എന്താണെന്നും കൂടി അറിയണ്ടേ, അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഡാറ്റാബേസിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് കുറേ ഡാറ്റാസ് ആയിരിക്കും, കളക്ഷൻ ഓഫ് ഡാറ്റാസ് ആയിരിക്കും. ഈ ഡാറ്റാസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, റിലേറ്റഡ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു നിങ്ങളുടെ എല്ലാവരുടെയും 44 പേരുടെയും ലിസ്റ്റ് നമ്മൾ ഒരു ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്യാന്ന് പറയുന്നത് ആ ഡാറ്റകളൊക്കെ റിലേറ്റഡ് അല്ലേ. അതായത് നെയിംസ് എന്ന് പറയുന്ന ഒരാളുടെ നെയിമും വേറൊരാളുടെ നെയിമും ആണെങ്കിലും അത് റിലേറ്റഡ് ഡാറ്റയാണ്, ഒരേ ടൈപ്പ് വരുന്ന ഡാറ്റയല്ലേ. അതുപോലെ തന്നെ നിങ്ങളുടെ ഏജ്, അഡ്രസ്സ്, അതുപോലുള്ള ഡാറ്റാസൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പം ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ നമുക്കൊരു ടേബിളുണ്ട്, സ്റ്റുഡൻ്റ് എന്ന് പറയുന്നത്, Bcom സ്റ്റുഡൻ്റ് എന്ന് പറയുന്നൊരു ടേബിളുണ്ട്. ഈ ടേബിളിൻ്റെ ഉള്ളിൽ ഇപ്പം എനിക്ക് സപ്പോസ് നിങ്ങളുടെ റോൾ നമ്പർ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഓരോരുത്തർക്കും വേറെ വേറെ ആയിരിക്കില്ല, റോൾ നമ്പറും നെയിമും അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ഏജ്, ഇത്ര മതി. ഈ 3 കാര്യങ്ങളും എനിക്ക് സേവ് ചെയ്യണം. ഇപ്പോൾ 1, 2, 3 up to 44 വരെയുള്ള ആളുകളുടെ പേര് എന്തെങ്കിലും ആയിക്കോട്ടെ, പേരും കറസ്പോണ്ടിങ് നിങ്ങളുടെ ഏജും 19, 20 അങ്ങനെ ഏജും എനിക്ക് സേവ് ചെയ്യണം. അപ്പോൾ ഇത് നമ്മളൊരു ഡാറ്റാബേസിലേക്ക് സ്റ്റോർ ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്, SQL വെച്ചിട്ടാണ്, സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഡാറ്റകളൊക്കെ സ്റ്റോർ ചെയ്യുന്നത്. അപ്പം ഇതുപോലെ ഒരു ടേബിൾ ആദ്യം നമുക്കിപ്പോൾ എക്സൽ ആണെങ്കിൽ നമുക്കറിയാം ഒരു 3 കോളംസും ഇപ്പം 45 റോസും ഉള്ള ഒരു ടേബിൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ് അല്ലേ. അപ്പം നമ്മളിപ്പോൾ ഒരു ഡാറ്റാബേസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇതുപോലുള്ള ഡാറ്റയൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ കുറേ കമാൻഡുകൾ പഠിക്കണം. കുറേ കമാൻഡ്സ് വെച്ചിട്ടാണ് നമ്മൾ ഇതുപോലുള്ള ഓരോ ഡാറ്റാബേസും ഓരോ റിലേഷനായിട്ട് അല്ലെങ്കിൽ ഓരോ ടേബിളായിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ആ സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കമാൻഡുകളാണ് നമ്മളിത് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു ബേസിക് ആയിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമല്ലോ, സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് എന്ന് പറയുന്നത് നമുക്ക് ഡാറ്റകളൊക്കെ ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്യണം. ഏത് ഫോർമാറ്റിൽ, ടേബിളിൻ്റെ ഫോർമാറ്റിൽ. ഇതുപോലെ ടേബിളിൻ്റെ ഫോർമാറ്റിൽ നമുക്ക് ഡാറ്റാസിനെ സ്റ്റോർ ചെയ്യണമെങ്കിൽ കുറച്ച് കമാൻഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ആ കമാൻഡുകളാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്, നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ എന്താണ് ഒരു DDL എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. DDL എന്താ, ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് ആണ്. അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡുകൾ ഏതൊക്കെയാണ് പറഞ്ഞത്, ക്രിയേറ്റ്, ഓൾട്ടർ, ഡ്രോപ്പ്, ഈ 3 കാര്യങ്ങളാണെന്ന് പറഞ്ഞത് അല്ലേ. അപ്പം ഈ 3ലും നമ്മൾ ക്രിയേറ്റും ഓൾട്ടറാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇന്ന് നമ്മൾ എന്താണ് ക്രിയേറ്റ് കമാൻഡ് യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള കാര്യം എന്താണ് ഓൾട്ടർ, ഇത്രയും കാര്യങ്ങളാണ് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ വെച്ചിട്ട് ഓരോന്നും നോക്കാം. ഓക്കെ, DDL commands. The first command of DDL is create.
ഒരു ക്രിയേറ്റ് എന്ന് പറയുന്ന കമാൻഡ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നേരത്തെ ഞാൻ നിങ്ങളടുത്തൊരു ടേബിളിൻ്റെ കാര്യം പറഞ്ഞില്ലേ. ഇപ്പോൾ എനിക്ക് നിങ്ങളെ ക്ലാസ്സിലെ പിള്ളേരുടെയൊക്കെ ബികോം ഫൈനൽ ഇയറിൻ്റെ ഒരു ടേബിൾ ഓഫ് ഡാറ്റാബേസ് എനിക്ക് ക്രിയേറ്റ് ചെയ്യണം. അപ്പം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞു എനിക്ക് 3 ഫീൽഡാണ് വേണ്ടതെന്ന് പറഞ്ഞു. ഏതൊക്കെ ഫീൽഡായിരുന്നു വേണ്ടത്? എനിക്കൊരു റോൾ നമ്പർ മതി, അതുപോലെ തന്നെ ഒരു നെയിമും കറസ്പോണ്ടിങ് ആ നെയിമിൻ്റെ ഏജും. ഇത് മാത്രം മതി. എനിക്ക് നിങ്ങൾ ഏത് ക്ലാസ്സാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ്, അഡ്രസ്സും കാര്യങ്ങളും ഒന്നും വേണ്ട. അപ്പോൾ ഇതുപോലെയുള്ള ഒരു ടേബിൾ നമുക്ക് ആദ്യം ക്രിയേറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ ഫൈനൽ ഇയേഴ്സിൻ്റെ റോൾ നമ്പറും നെയിമും ഏജൊക്കെ നമുക്ക് ഉള്ള ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡാണ് ഇത് ക്രിയേറ്റ് എന്ന് പറയുന്നത്. ക്രിയേറ്റ് ടേബിൾ എന്ന് പറയുന്ന കമാൻഡ്. The create table statement is used to create a new table in a database. ഡാറ്റാബേസിൽ നമുക്കൊരു പുതിയ ടേബിൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡാണ് ക്രിയേറ്റ് ടേബിൾ എന്ന് പറയുന്നത്. ക്രിയേറ്റ് ടേബിൾ എന്ന് പറയുന്നത് ഇവിടെ ഞാൻ ക്യാപിറ്റൽ ലെറ്ററിലാണ് എഴുതിയത്. പക്ഷേ നിങ്ങൾക്ക് ക്യാപിറ്റൽ ലെറ്ററിലോ സ്മോൾ ലെറ്ററിലോ എന്തിൽ വേണമെങ്കിൽ എഴുതാം. നമ്മൾ SQLൻ്റെ ലാബ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും ഇതിൻ്റെ വ്യത്യാസം എന്താണെന്നുള്ളത്. അപ്പം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സിൻറ്റാക്സ് ഉണ്ട്. അപ്പോൾ ഒരു ടേബിൾ ഞാൻ പറഞ്ഞാൽ, അപ്പോൾ നേരത്തെ 3 കോളമുള്ള ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇതിൽ എന്തൊക്കെയായിരിക്കും വേണ്ടത്? നമുക്ക് കോളത്തിൻ്റെ എണ്ണം വേണ്ടേ? അതുപോലെ തന്നെ കോളത്തിൽ നമ്മൾ കൊടുക്കുന്ന നെയിം, അതായത് ഈ കോളത്തിൽ നമ്മൾ കൊടുക്കുന്ന റോൾ നമ്പർ ആണെങ്കിൽ ഈ കോളത്തിൽ നമ്മൾ കൊടുക്കുന്ന എന്തായിരിക്കും? നെയിം ആയിരിക്കും. അപ്പോൾ ഇവിടെ എന്താ? നമ്മൾ ഏജ് അല്ലേ. അപ്പം എത്ര നമ്പർ ഓഫ് കോളംസ് വേണം, അതുപോലെ തന്നെ ആ കോളത്തിൻ്റെ പേര്, ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ടല്ലേ നമുക്കൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതുമാത്രമല്ല, ഇപ്പം ഞാനിപ്പോൾ ഇവിടെ റോൾ നമ്പറാണ് കൊടുക്കുന്നത്. റോൾ നമ്പറിൽ കൊടുക്കുന്ന ടൈപ്പ് ഓഫ് ഡാറ്റ എന്തായിരിക്കും? റോൾ നമ്പർ എന്ന് പറയുന്നത് നമ്മൾ ഒരു ടെക്സ്റ്റ് ഡാറ്റ ആയിരിക്കും അല്ലല്ലോ, നമ്പേഴ്സ് ആയിട്ടല്ല നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്പേർഡ് ഡാറ്റയാണല്ലോ. ഇപ്പോൾ നെയിം ആണെങ്കിലോ ടെക്സ്റ്റുവൽ ഡാറ്റ ആയിരിക്കും ഉണ്ടാവുക, ABC ഫോമാറ്റിൽ വരുന്നത്. ഏജ് ആണെങ്കിൽ പിന്നെയും നമ്പർ ആയിരിക്കും അല്ലേ. അപ്പോൾ എന്താണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ടേബിളിൻ്റെ ആട്രിബ്യൂട്ട്, അല്ലെങ്കിൽ നമ്മുടെ കോളത്തിൻ്റെ ടൈപ്പും അതുപോലെ തന്നെ കോളത്തിൻ്റെ നെയിമും നമ്മൾ എന്ത് ചെയ്യണം? ക്രിയേറ്റ് ടേബിളിൻ്റെ ഉള്ളിൽ നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ സിൻറ്റാക്സ് പറഞ്ഞുതരാം. ക്രിയേറ്റ് ടേബിൾ നെയിം. ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ എന്ന് എഴുതിയത് ഒന്നുമല്ല, നിങ്ങൾക്ക് കുറച്ചത് എംഫസിസ് കാണിക്കാൻ വേണ്ടി മാത്രമാണ്. അല്ലാണ്ട് നമുക്ക് ക്യാപിറ്റൽ ലെറ്ററിലൊന്നും എഴുതണം അങ്ങനെ ഒരു റൂളേ ഇല്ല. അപ്പോൾ ക്രിയേറ്റ് ടേബിൾ നെയിം ബ്രാക്കറ്റ് ഓഫ് കോളം നെയിം, കോളം 1 ഡാറ്റ ടൈപ്പ്, കോളം 2 ഡാറ്റ ടൈപ്പ്, കോളം 3 ഡാറ്റ ടൈപ്പ് എക്സെട്ര, കോളം n വരെ കൊടുക്കുക. പിന്നെ ആ ഒരു ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് സെമി കോളൻ ഇടാം. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ സിൻറ്റാക്സ് ക്രിയേറ്റ് ടേബിൾ നെയിം ബ്രാക്കറ്റ് ഓഫിൻ്റെ ഉള്ളിൽ കോളം നെയിം, കോളത്തിൻ്റെ ഡാറ്റ ടൈപ്പ്, അടുത്ത കോളം നെയിം, അടുത്ത ഡാറ്റ ടൈപ്പ്, അങ്ങനെ കൊടുത്തു പോവാം. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു എക്സാമ്പിൾ നമ്മൾ എങ്ങനെയായിരിക്കും ചെയ്യുന്നത്? അതായത് ഞാൻ നിങ്ങൾക്കിപ്പോൾ ടേബിളിൽ ക്രിയേറ്റ് ചെയ്യേണ്ട സിൻറ്റാക്സ് പറഞ്ഞു. ആ സിൻറ്റാക്സ് നോക്കണ്ട, ജസ്റ്റ് നമുക്കിപ്പോൾ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ, ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞു ഒരു 3 കോളമുള്ള ടേബിളാണ് നമുക്ക് വേണ്ടത്. ഈ ടേബിളിൻ്റെ സ്ട്രക്ചറാണ് DDL വെച്ചിട്ട് ചെയ്യാമെന്നുള്ള നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്രിയേറ്റ് ചെയ്യണം റോൾ നമ്പറും നെയിമും അതുപോലെ തന്നെ ഏജുമാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന എക്സാമ്പിൾ സിൻറ്റാക്സ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാം? ഫസ്റ്റ് ക്രിയേറ്റ് എന്ന് പറയുന്ന കമാൻഡ് വേണം. പിന്നെ എന്ത് വേണം? ക്രിയേറ്റ് ഏതാണോ ടേബിൾ, ആ ടേബിൾ. ക്രിയേറ്റ് ടേബിൾ എന്ന് പറയുന്നത് സിൻറ്റാക്സിൽ വരുന്നതാണ്. ഈ ഒരു കീവേഡ് എന്തായാലും കൊടുക്കണം. ക്രിയേറ്റ് ടേബിൾ. നമ്മുടെ ടേബിളിൻ്റെ പേര് എന്താ? ഇവിടെ നമുക്ക് സ്റ്റുഡൻറ്റ്, ഇപ്പോൾ Bcom ആണ് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ലിസ്റ്റാണ് വേണ്ടെങ്കിൽ ജസ്റ്റ് ഒരു പേര് കൊടുക്കുക. ഈ ടേബിളിന് ഒരു പേര്, നമ്മളിപ്പോൾ Bcom ആണ് നമ്മുടെ ടേബിളിൻ്റെ പേരെങ്കിൽ Bcom എന്ന് കൊടുക്കുക. ക്രിയേറ്റ് ടേബിൾ Bcom. ഇപ്പോൾ ടേബിൾ ക്രിയേഷന് വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പോൾ ക്രിയേറ്റ് ബ്രാക്കറ്റ് ഓഫ് ഓപ്പൺ ചെയ്തു. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഏതൊക്കെ കോളംസ് ആണോ അതിൻ്റെ കോളത്തിൻ്റെ പേരും കറസ്പോണ്ടിങ് ഡാറ്റ ടൈപ്പുമാണ് വേണ്ടത്. ഫസ്റ്റത്തെ കോളത്തിൻ്റെ പേരെന്താ? റോൾ നമ്പറാണ് ഫസ്റ്റത്തെ കോളത്തിൻ്റെ ഡാറ്റ ടൈപ്പ് എന്താ? ഞാൻ പറഞ്ഞു നമ്പേഴ്സാണ്. നമ്പർ ആകുമ്പോൾ അതെന്തായിരിക്കും? ഇൻറ്റിജറോ, അല്ല നമ്മൾ C++ പഠിക്കും, ജാവ പ്രോഗ്രാമിംഗ് പഠിച്ചപ്പോൾ നിങ്ങൾ ഡാറ്റ ടൈപ്സ് പഠിച്ചിട്ടില്ലേ? എന്താ ഇൻറ്റ്, ഫ്ലോട്ട്, ക്യാരി, ഡബിൾ എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ തന്നെ റോൾ നമ്പർ, ഇവിടെ SQL കുറേ ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ ഏതൊക്കെയാണ് ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞുതരാം. അപ്പം നമ്മൾ ഫസ്റ്റ് ക്രിയേറ്റ് ടേബിളിൻ്റെ നെയിം Bcom, ബ്രാക്കറ്റ് ഓഫിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് കോളം നെയിം റോൾ നമ്പർ, സ്പേസ്, അതിൻ്റെ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് ഇൻറ്റിജർ ആണെങ്കിൽ ഇൻറ്റ്, കോമ, അടുത്തത് എന്താ? നെയിം,
നെയിം എന്ന് പറയുന്നത് നമുക്ക് ടെക്സ്റ്റ് ഡാറ്റ ആണെങ്കിൽ നമുക്ക് ചുമ്മാ ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു കീവേഡ് എടുത്താൽ മതി. ടെക്സ്റ്റ് കോമ അടുത്ത് എന്തായിരുന്നു ഏജും എന്താണ് ഇൻറ്റിജർ അല്ലേ, ഏജ് ഇൻറ്റ് ബ്രാക്കറ്റ് ഓഫ് ക്ലോസ് ചെയ്യുക, ഒരു സെമിക്കോളൻ ഇടാം. ഇങ്ങനെയാണ് നമ്മളൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം ക്രിയേറ്റ് ചെയ്യാൻ ഒന്നുമില്ല, ജസ്റ്റ് ക്രിയേറ്റ് ടേബിൾ എന്ന് പറയുന്ന കീവേഡ് കൊടുക്കുക. അതിന് ശേഷം ഏതാണോ നമ്മുടെ ടേബിളിൻ്റെ നെയിം അത് Bcom ബ്രാക്കറ്റ് ഓഫിൻ്റെ ഉള്ളിൽ ഫസ്റ്റത്തെ കോളത്തിൻ്റെ പേര്, അതിൻ്റെ ഡാറ്റ ടൈപ്പ്, പേര് ഡാറ്റ ടൈപ്പ്, അടുത്തതിൻ്റെ കോമ ഇട്ടിട്ട് അടുത്തതിൻ്റെ പേര് അതിൻ്റെ ഡാറ്റ ടൈപ്പ്, കോമ ഇട്ടിട്ട് അടുത്തതിൻ്റെ പേര് ഡാറ്റ ടൈപ്പ്. ഇനിയിപ്പോൾ ഒരു നാലാമത് ഇപ്പോൾ ഒരു ഫോൺ നമ്പറും കൂടി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഇവിടെ അടുത്ത കോമ ഇടും, ഫോൺ നമ്പർ അതിന് ഡാറ്റ ടൈപ്പ് ഉണ്ടെങ്കിൽ ഉണ്ട്, അങ്ങനെ കൊടുക്കുക. ഇങ്ങനെയാണ് ഒരു സിമ്പിൾ ആയിട്ട് നമ്മളൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യേണ്ട സിൻടാക്സ്. ഓക്കെ, ഇനി നമ്മൾ എക്സാമ്പിളിലേക്ക് പോവാം. ഓക്കെ, ഇവിടെ പറയുന്നുണ്ട് ക്രിയേറ്റ് ടേബിൾ നെയിം കോളം 1 ഡാറ്റ ടൈപ്പ്, കോളം 2 ഡാറ്റ ടൈപ്പ് എക്സെട്ര. അങ്ങനെ എത്ര കോളം ഉണ്ടോ അത്രയും കോളത്തിൻ്റെ പേരും ഡാറ്റ ടൈപ്പുമാണ് കൊടുക്കുന്നത്. ദ കോളം പാരാമീറ്റർ സ്പെസിഫൈ ദ നെയിംസ് ഓഫ് ദ കോളം ഓഫ് ദ. ഇവിടെ പറയുന്ന കോളം എന്ന് പറയുന്നത് എന്താ, അതിൻ്റെ നെയിമാണ്. പിന്നെ ഡാറ്റ ടൈപ്പ് പാരാമീറ്റർ എന്ന് പറയുന്നത് ഏത് ടൈപ്പ് ഓഫ് ഡാറ്റയാണ് അതാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ. ക്രിയേറ്റ് ടേബിൾ പേഴ്സൺസ്, അതിൻ്റെ വരുന്ന കോളംസ് ആണ്. ഫസ്റ്റ് പേഴ്സൺ ID ഇൻറ്റ് ലാസ്റ്റ് നെയിം varchar of 255, ഫസ്റ്റ് നെയിം varchar of 255, അഡ്രസ് varchar of 255, സിറ്റി varchar of 255. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്ത ടേബിളിൻ്റെ പേര് പേഴ്സൺസ് എന്നാണ്. ഇപ്പോൾ ഒരു പേഴ്സൻ്റെ ടേബിൾ താഴെ അതിൻ്റെ ഔട്ട്പുട്ട് കാണിക്കുന്നുണ്ട്. ഫസ്റ്റത്തെ നമ്മുടെ ഇതിൻ്റെ കോളത്തിൻ്റെ പേരെന്താ, പേഴ്സൺ ID. ഇതാ പേഴ്സൺ ID. അടുത്തത് ലാസ്റ്റ് നെയിം ആയിരുന്നു. ലാസ്റ്റ് നെയിം varchar എന്ന് കൊടുക്കുന്ന ഒരു ഡാറ്റ ടൈപ്പാണ്. varchar എന്ന് കൊടുത്താലും ടെക്സ്റ്റ് കൊടുത്താലൊക്കെ സെയിമാണ്. അത് ഞാൻ ഇനി പറയും, അപ്പം നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇത് ജസ്റ്റ് ഒരു ഡാറ്റ ടൈപ്പാണ്, അത് മാത്രം നോക്കിയാൽ മതി. ഇതിൻ്റെ ഉള്ളിൽ കൊടുക്കുന്ന സൈസാണ്. ഫസ്റ്റ് നെയിം, അഡ്രസ്സ്, സിറ്റി, ഇങ്ങനെ നമ്മൾ കൊടുത്തു. അപ്പം നമുക്ക് എന്തായി, ഇപ്പോൾ ഒരു ടേബിളിൻ്റെ സ്ട്രക്ചറായി അല്ലേ. ഇപ്പം ടേബിളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ടേബിളിൻ്റെ ഫോർമാറ്റിൽ ഒരു സ്ട്രക്ചറായി, അതിൽ വരുന്ന കോളം ആയി. ഇനി നമുക്കിതിലേക്ക് എന്ത് ചെയ്യണം, പുതിയ ഡാറ്റാസ് ഇൻസേർട്ട് ചെയ്യണം. ഇൻസേർട്ട് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന വേറെ ഒരു ടൈപ്പ് ഓഫ് കമാൻഡാണ് DML കമാൻഡാണ്. ആയിരുന്നില്ലേ, അത് നമുക്ക് പിന്നെ നോക്കാം. ഇപ്പോൾ ഇത്ര മാത്രം നിങ്ങൾ നോക്കുക. ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ DDL കമാൻഡായ ക്രിയേറ്റ് ടേബിൾ യൂസ് ചെയ്യുന്നത്. ക്രിയേറ്റ് ടേബിളിൻ്റെ സിൻടാക്സ് ഇങ്ങനെയാണ്. അതിൽ വരുന്ന ഒരു എക്സാമ്പിളും പഠിച്ചു വെക്കാം. ഇത്ര കാര്യം മാത്രം. ഇനി അടുത്തതാണ് SQL കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. SQL കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ തൊട്ട് മുന്നേ ഉള്ളൊരു എക്സാമ്പിൾ നോക്കിയേ. ഇപ്പോൾ പേഴ്സൺ ID എന്ന് പറയുന്ന ഒരു കോളം ഉണ്ട്. ലാസ്റ്റ് നെയിം, ഫസ്റ്റ് നെയിം, അഡ്രസ്സ്, സിറ്റി, അങ്ങനെയൊക്കെ നമ്മൾ ഒരു കോളം കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഇവിടെ നമ്മളിപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് ക്ലാസ്സിൻ്റെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ, ഒരു സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന ഒരു ടേബിൾ എടുക്കുകയാണെങ്കിൽ അതിൽ നമ്മൾ റോൾ നമ്പർ എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ റോൾ നമ്പർ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു കുട്ടിക്കുള്ള റോൾ നമ്പർ ആയിരിക്കില്ലല്ലോ വേറൊരു കുട്ടിക്കുള്ളത്. അപ്പോൾ അതായത് സെയിം റോൾ നമ്പർ എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ കുട്ടിക്ക് ഉണ്ടാവാൻ പാടില്ലല്ലോ, ഇല്ല. അതുപോലെ തന്നെ ഒരാളുടെ ഫോൺ നമ്പർ എന്ന് പറയുന്നത് തന്നെയായിരിക്കും മറ്റൊരാളുടെ ഫോൺ നമ്പർ എന്ന് പറയുന്നത്. ചില കേസസിലാവും, അതായത് ഒരാളുടെ ഫോൺ നമ്പർ ഇപ്പോൾ രണ്ട് ട്വിൻസ് ഒരു ക്ലാസ്സിലുണ്ടെങ്കിൽ അവരുടെ പാരൻറ്റ് നമ്പർ ചിലപ്പോൾ രണ്ടുപേർക്ക് സെയിം ആവും. അങ്ങനെ അല്ലാണ്ട് നമ്മളിപ്പം റോൾ നമ്പറിൻ്റെ കേസിൽ അല്ലെങ്കിൽ നെയിമൊക്കെ ഏതാണ്ട് ഒരുപോലെയൊക്കെ ആവും. പക്ഷേ ചില കേസസ് എന്ന് പറയുന്നത് സ്പെഷ്യൽ റൂൾസ് ഉണ്ടാവും. അതായത് ഇപ്പോൾ റോൾ നമ്പർ എന്ന് പറയുന്ന ഒരാളുടെ വേറെ ആൾക്ക് ഉണ്ടാവില്ല എന്നുള്ളത്. അതുപോലെ കുറച്ച് കണ്ടീഷൻസ് നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ കൊടുക്കണമെങ്കിൽ യൂസ് ചെയ്യുന്ന ടേമാണ് SQL കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. കൺസ്ട്രെയിൻസ് എന്ന് പറയുന്ന ഒന്നുമല്ല, ഇറ്റ് ഈസ് യൂസ്ഡ് ടു സ്പെസിഫൈ റൂൾസ് ഫോർ ദ ഡാറ്റ ഇൻ എ ടേബിൾ. അതായത് നമ്മൾ കൊടുക്കുന്ന ടേബിളിലെ ഡാറ്റയെ നമ്മൾ കുറച്ച് റൂൾസ് വെച്ചിട്ട് ആദ്യം തന്നെ സെറ്റ് ചെയ്യുക. അതിനാണ് നമ്മൾ കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കൺസ്ട്രെയിൻസ് are used to limit the type of data that can go onto the table. നമ്മൾ വെറുതെ നമ്മൾ ഈ നള്ളായിട്ടുള്ള അല്ലെങ്കിൽ നമുക്കത് ഡ്യൂപ്ലിക്കേറ്റ് ഡാറ്റകളൊക്കെ ഒരു ടേബിളിലേക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ പ്രീഡിഫൈൻഡ് ആയിട്ട് കൊടുക്കുന്ന സെറ്റ് ഓഫ് റൂൾസിനാണ് നമ്മൾ SQL കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. ഈ കൺസ്ട്രെയിൻസ് ആർ ഡിവൈഡഡ് ഇൻറ്റു 2. ദേ ആർ കോളം ലെവൽ ആൻഡ് ടേബിൾ ലെവൽ.
column level constraints apply to a column and table level constraint apply to the whole table. അപ്പോൾ നമ്മൾ നേരത്തെ ഇപ്പോൾ ഈ ഒരു ടേബിളിൽ ഇപ്പോൾ പേഴ്സൻ്റെ ഒരു ടേബിൾ ഇപ്പോൾ എത്ര 1 2 3 4 5 6, അതായത് 1 2 3 4 5 കോളംസ് ഉള്ള ഒരു ടേബിളായിരുന്നു നമ്മുടെ നേരത്തെ ഈ പേഴ്സൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പേഴ്സൻ്റെ പിന്നെ ഓരോ കോളത്തിലും നമുക്ക് ഈ സെറ്റ് ഓഫ് കൺസ്ട്രെയിൻസ് കൊടുക്കാം, അല്ലെങ്കിൽ ഈ കംപ്ലീറ്റ് ടേബിളിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, കൺസ്ട്രെയിൻസ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ കൺസ്ട്രെയിൻസ് പറയുന്നത് സെറ്റ് ഓഫ് റൂൾസ് ദാറ്റ് ആർ ഗിവൺ ടു ദ ടേബിൾ. നമ്മൾ ടേബിൾ കൊടുക്കുന്ന കുറച്ച് റൂൾസിനാണ് നമ്മൾ കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്, SQL കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. ഈ കൺസ്ട്രെയിൻസ് പറയുന്നത് നമുക്ക് കോളത്തിന് മാത്രം, ഈ ഒരു കോളത്തിന് മാത്രം അല്ലെങ്കിൽ ഈ ഒരു കോളത്തിന് മാത്രം നമുക്ക് കൺസ്ട്രെയിൻ കൊടുക്കാം, അല്ലെങ്കിൽ കംപ്ലീറ്റ് ടേബിളിന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺസ്ട്രെയിൻസ് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പറയുന്നത്. അപ്പോൾ ദീസ് കൺസ്ട്രെയിൻസ് ആർ മെയിൻലി ഡിവൈഡഡ് ഇൻറ്റു 3. ദേ ആർ നോട്ട് നൾ, യുണീക്ക്, പ്രൈമറി കീ. അപ്പം നിങ്ങൾക്ക് പഠിക്കാനുള്ള 3 കൺസ്ട്രെയിൻസ് പറയുന്നത് നോട്ട് നള്ളും, യുണീക്കും, പ്രൈമറി കീയാണ്. ശരിക്കും നമ്മളൊരു ടേബിൾ എടുക്കുകയാണെങ്കിൽ ഡാറ്റാബേസിൽ ഒരുപാട് കൺസ്ട്രെയിൻസ് ഉണ്ട്. അപ്പോൾ അതൊന്നുമല്ല, നിങ്ങളുടെ സിലബസിൽ പറയുന്ന 3 കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത് ഒന്ന് നോട്ട് നള്ള്, യുണീക്ക്, പ്രൈമറി കീ. നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളുടെ സിലബസ് എടുത്താൽ കാണാം. അപ്പം ഇതിൽ എന്താണ് നോട്ട് നൾ എന്ന് പറഞ്ഞാൽ, ഇറ്റ് എൻഷുവേഴ്സ് ദാറ്റ് എ കോളം കനോട്ട് ഹാവ് നൾ വാല്യൂ. നൾ വാല്യൂ ഉണ്ടാവാൻ പാടില്ല എന്ന് പറയുന്നതിൻ്റെ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പം നേരത്തെ ഞാൻ റോൾ നമ്പർ അതുപോലെ തന്നെ നെയിം എന്ന ഒരു ടേബിളിൽ രണ്ട് കോളാണെന്ന് വിചാരിച്ചോ. അപ്പോൾ ഞാനിവിടെ റോൾ നമ്പർ 1 ഇൻസേർട്ട് ചെയ്തു, എന്നിട്ട് ഇവിടെ നെയിം കൊടുത്തില്ല. അപ്പോൾ ഇങ്ങനെ കൊടുക്കാണ്ടിരിക്കുന്നതിനാണ് നമ്മൾ നൾ എന്ന് പറയുന്നത്. നൾ എന്ന് പറയുന്നത് കൊടുക്കാത്തതാണ്. ഇപ്പോൾ സെക്കൻഡ് എഴുതി അടുത്ത് ഞാൻ പേര് കൊടുത്തില്ല. അപ്പോൾ റോൾ നമ്പർ 1 എന്ന് പറയുന്ന ആ ഒരു ക്ലാസ്സിലുണ്ടെങ്കിൽ അയാൾക്ക് കറസ്പോണ്ടിങ് ഒരു നെയിം എന്തായാലും ഉണ്ടാവുമല്ലോ. നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അങ്ങനെ നെയിം അങ്ങനെ വാക്കൻ്റ് ആയിട്ട് അല്ലെങ്കിൽ നള്ളായിട്ട് വെക്കാൻ പാടില്ല എന്നൊരു റൂള് കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കീവേഡാണ് നോട്ട് നൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ നോട്ട് നൾ കൊടുക്കണമെങ്കിൽ എപ്പോൾ കൊടുക്കണം, നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യണം, നോട്ട് നള്ളായിട്ട് സെറ്റ് ചെയ്യണം. അതിൻ്റെ എക്സാമ്പിൾ ഞാൻ പറയാം. അപ്പം ഇപ്പോൾ ഇത്ര മാത്രം നോക്കാം. നോട്ട് നൾ എന്ന് പറയുന്നത് ഒരു കോളത്തിൽ വാല്യൂസ് നള്ളാക്കി വെക്കാൻ പാടില്ല എന്ന് കൊടുക്കാൻ വേണ്ടി സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നതാണ് നോട്ട് നൾ എന്ന് പറയുന്ന കീവേഡ്. അടുത്ത യുണീക്ക് എന്ന് പറഞ്ഞാലോ, യുണീക്കിൻ്റെ കേസ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നേരത്തെ ഇപ്പോൾ ഒരു നെയിം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് പോലെ. ഇപ്പം അഞ്ജു എന്ന് പറയുന്നൊരു പേര് ഒരു സെയിം ക്ലാസ്സിൽ തന്നെ ഒന്നിൽ കൂടുതൽ അഞ്ജു ഉണ്ടാകാൻ പറ്റില്ലേ. അഞ്ജു ഇനീഷ്യൽ വ്യത്യാസമായിരിക്കും. ഇപ്പോൾ ഫസ്റ്റ് നെയിമിൻ്റെ കേസിൽ സെയിം നെയിം വരാം, ചിലപ്പോൾ ഇനീഷ്യൽ അടക്കം വരുന്ന പോലും ഉണ്ട്, അങ്ങനത്തെ കേസും വരാം. അപ്പോൾ ഇതുപോലെ ചില കോളംസ് എന്ന് പറയുന്നത് നമുക്ക് യുണീക്കാക്കി വെക്കാമെന്ന് വെച്ചാൽ ആ കോളത്തിൽ ഒന്നിൽ കൂടുതൽ വാല്യൂ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് വരാൻ പാടില്ല. അതിൻ്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ റോൾ നമ്പർ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചോ. അപ്പോൾ അഞ്ജു ആർ എന്ന് പറയുന്ന ഒരു കുട്ടീൻ്റെ ക്ലാസ്സിൽ ആ കുട്ടീൻ്റെ റോൾ നമ്പർ 1 ആണെങ്കിൽ അഞ്ജു എം എന്ന് പറയുന്ന കുട്ടീൻ്റെ അതേ റോൾ നമ്പർ വരുമോ, ഇല്ല. അങ്ങനത്തെ കേസൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, യുണീക്കാക്കി വെക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കീവേഡാണ് യുണീക്ക് എന്ന് പറയുന്നത്. യുണീക്ക് എൻഷുവേഴ്സ് ദാറ്റ് ഓൾ ദ വാല്യൂസ് ഇൻ എ കോളം ആർ ഡിഫറെൻറ്റ്. അതായത് ഒരു കോളത്തിലുള്ള വാല്യൂസ് ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കണം എന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യുണീക്ക് എന്ന് പറയുന്നത് കീവേഡ് യൂസ് ചെയ്യുന്നത്. നോട്ട് നൾ എന്ന് പറയുന്നത് നമുക്ക് ചുമ്മാ എന്ത് ചെയ്യാൻ പാടില്ല, നള്ളാക്കി വെക്കുക, അല്ല ചുമ്മാ അത് വേക്കൻ്റ് ആക്കി വെക്കാൻ പാടില്ല എന്ന് സ്പെസിഫൈ ചെയ്യുന്നതാണ് നോട്ട് നൾ എന്ന് പറയുന്ന കൺസ്ട്രെയിൻ. ഇനി മൂന്നാമത്തേതാണ് പ്രൈമറി കീ എന്ന് പറയുന്നത്. ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞു നോട്ട് നള്ളും ഉണ്ട് യുണീക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ആ നോട്ട് നള്ളും യുണീക്കും രണ്ടും കൂടി അപ്ലൈ ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രൈമറി കീ. ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് നോട്ട് നൾ ആൻഡ് യുണീക്ക് കീ. അതായത് ഒരു കോളത്തിൽ വാല്യൂസ് എന്ന് പറയുന്നത് നള്ളാവാനും പാടില്ല, അതുപോലെ തന്നെ യുണീക്കും ആവണമെങ്കിൽ അതിന് പറയുന്നതാണ് പ്രൈമറി കീ. ഓക്കെ, 3 ടൈപ്പ് ഓഫ് കൺസ്ട്രെയിൻ ആണല്ലോ, നോട്ട് നൾ, യുണീക്ക്, പ്രൈമറി കീ. അതൊരു എക്സാമ്പിൾ പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് സ്പെസിഫൈ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു നേരത്തെ തന്നെ പേഴ്സൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ക്രിയേറ്റ് ടേബിൾ പേഴ്സൺസ് ID. പേഴ്സൻ്റെ ID ഇല്ലേ, നേരത്തെ നമ്മൾ ഒരു ടേബിൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, പേഴ്സൻ്റെ ID, അതിൻ്റെ ലാസ്റ്റ് നെയിം ഞാൻ ജസ്റ്റ് LN കൊടുക്കുന്നുള്ളൂ, ലാസ്റ്റ് നെയിം ഉണ്ട്, ഫസ്റ്റ് നെയിം ഉണ്ട്, ഏജ് ഉണ്ട്. ഓക്കെ, ഇപ്പം ഇൻ കേസ് നമുക്ക് ഈ ID എന്ന് പറയുന്നത് എന്താക്കണം, നോട്ട് നള്ളും ആവണം, അതുപോലെ തന്നെ യുണീക്കും ആവണം. എങ്കിൽ നമ്മൾ കൊടുക്കുന്ന കീവേഡ് എന്തായിരുന്നു, പ്രൈമറി കീ അല്ലേ. അപ്പോൾ ഈ ID നമ്മൾ പ്രൈമറി കീ ആയിട്ട് വെക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ക്രിയേറ്റ് ടേബിളിൻ്റെ അവിടെ തന്നെ പ്രൈമറി കീ സ്പെസിഫൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ക്രിയേറ്റ് ടേബിൾ പേഴ്സൺസ് ID സാധാരണ എങ്ങനെ കൊടുക്കുക, കോളൻ നെയിം സ്പേസ് ഡാറ്റ ടൈപ്പിൽ കൊടുക്കുക. അപ്പോൾ കോളൻ നെയിം ഡാറ്റ ടൈപ്പ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ആ ഒരു കൺസ്ട്രെയിനും കൂടി അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അതായത് ക്രിയേറ്റ് ടേബിൾ, ആ ടേബിളിൻ്റെ നെയിം എന്താണോ, പേഴ്സൺ എങ്കിൽ പേഴ്സൺ, ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമ്മുടെ ഫസ്റ്റ് ID എന്ന് പറയുന്നത് നമുക്ക് പ്രൈമറി കീ ആക്കണമെങ്കിൽ ID കൊടുക്കുക, അതിൻ്റെ ഡാറ്റ ടൈപ്പ് ഇൻറ്റു കൊടുക്കുക, സ്പേസ് പ്രൈമറി കീ എന്ന് കൊടുക്കുക.
ഇനി എനിക്ക് അടുത്ത ലാസ്റ്റ് നെയിം എന്ന് പറയുന്നത് വേക്കൻ്റ് ആക്കി വെക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ എന്ത് കൊടുക്കണം? നോട്ട് നൾ എന്നല്ല കൊടുക്കാം. ഇപ്പോൾ ലാസ്റ്റ് നെയിം വാർക്യാർ നോട്ട് നൾ, അതായത് ഡാറ്റ ടൈപ്പ് കഴിഞ്ഞിട്ട് അതിൻ്റെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഫസ്റ്റ് നെയിം. ഇപ്പോൾ എൻ്റെ ക്ലാസ്സിലെ ഫസ്റ്റ് നെയിമുകളൊക്കെ, അതായത് പിള്ളേരുടെയൊക്കെ നെയിം എന്ന് പറഞ്ഞാൽ യുണീക്ക് ആവണമെന്ന് എനിക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. അങ്ങനെ ചെയ്യണമെങ്കിൽ കൊടുക്കുന്നതാണ് ഫസ്റ്റ് നെയിം, അതിൻ്റെ ഡാറ്റ ടൈപ്പ് വാർക്യാറെങ്കിൽ വാർക്യാർ ഓഫ് യുണീക്ക്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പം കൺസ്ട്രെയിൻ എന്ന് പറയുന്നത് നമ്മുടെ ടേബിളിൽ സം റൂൾസ് അപ്ലൈ ചെയ്യുന്നതിനാണ് കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. കൺസ്ട്രെയിൻസ് ആർ ഡിവൈഡഡ് ഇൻ ടു പ്രൈമറി കീ, നോട്ട് നൾ ആൻഡ് യുണീക്ക്. പ്രൈമറി കീ എന്ന് പറയുന്നത് നോട്ട് നള്ളിൻ്റെയും യുണീക്കിൻ്റെയും കോമ്പിനേഷനാണ്. നോട്ട് നൾ എന്ന് പറയുന്നത് ഇറ്റ് സ്പെസിഫൈ, ഇറ്റ് കനോട്ട് യൂസ്ഡ് നൾ വാല്യൂ. മൂന്നാമത്തെ യുണീക്ക് എന്ന് പറയുന്നത് അത് നമുക്ക് എന്താക്കാൻ പാടില്ല, ഓരോന്നും. യുണീക്ക് എന്ന് പറയുന്നത് നോട്ട് നൾ ഡിഫറൻസ് എന്താ? യുണീക്ക് എന്ന് പറയുന്നത് ഓരോന്നും സ്പെസിഫൈ ചെയ്യാതെ കൊടുക്കുന്നത് വെച്ചാൽ എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കണം. സെയിം വാല്യൂ അലോഡ് ചെയ്യാത്തതിനാണ് യുണീക്ക് എന്ന് പറയുന്നത്. നോട്ട് നൾ എന്ന് പറയുന്നത് വാല്യൂ അല്ല നോക്കുന്നത്, അവിടെ ആ ഒരു കോളം വേക്കൻ്റ് ആയിട്ട് കിടക്കരുത്, അതിനാണ് നോട്ട് നൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് നമ്മളൊരു ക്രിയേറ്റ് ടേബിളിൽ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ കുറേയൊന്നും ഞാൻ എടുക്കുന്നില്ല, പക്ഷേ ഇതിങ്ങനെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഇങ്ങനെ കൂടുതലായി പോകുന്നതാണ്. അപ്പോൾ DDL ഫസ്റ്റ് കമാൻഡായിട്ടുള്ളൂ ക്രിയേറ്റും അതിൻ്റെ കൺസ്ട്രെയിൻറ്റുമാണ് നോക്കിയത്. ഇനി അടുത്തതാണ് നമ്മൾ SQL ഓൾട്ടർ ടേബിൾ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ അതിൻ്റെ കമാൻഡ് എന്ന് പറയുന്നത്. അപ്പം നമ്മളൊരു ടേബിൾ ഇപ്പോൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേരെന്തായിരുന്നു? പേഴ്സൺ അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ്റ് എന്ന് പറയുന്നത്. രണ്ട് ടേബിൾ ക്രിയേറ്റ് ചെയ്തു. ആ ടേബിളിലേക്ക് നമുക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞു വേണമെങ്കിൽ നമുക്ക് പുതിയൊരു കോളം ആഡ് ചെയ്യാമെന്ന് പറഞ്ഞില്ലേ, അതുപോലെ പുതിയൊരു കോളം ആഡ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഓൾറെഡി ഉള്ളൊരു ടേബിളിനെ നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ആഡ് ചെയ്ത കോളത്തിൻ്റെ നെയിം മാറ്റണമെങ്കിൽ, ഇങ്ങനത്തെ കേസിലൊക്കെയാണ് നമ്മൾ ഓൾട്ടർ ടേബിൾ എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്യുന്നത്. The alter table statement is used to add, delete or modify columns in an existing table. അപ്പോൾ ഓൾറെഡി ഉള്ള ടേബിളിൽ നമുക്ക് എന്തെങ്കിലും മോഡിഫിക്കേഷൻ, അതായത് ഒന്നിന് പുതിയ ആഡ് ചെയ്യോ അല്ലെങ്കിൽ ഒന്നിനെ ഡിലീറ്റ് ചെയ്യോ അല്ലെങ്കിൽ ഉള്ള പേരൊന്ന് മാറ്റുക, അങ്ങനത്തെ കേസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് SQLൻ്റെ ഓൾട്ടർ ടേബിൾ എന്ന് പറയുന്ന കമാൻഡ്. ഓക്കെ, അപ്പം ഓൾട്ടർ ടേബിൾ യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ മെയിൻലി 3 കേസാണ് എടുക്കുക. ഇപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞാൽ, ഒന്ന് നമുക്ക് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യാമെന്ന് പറഞ്ഞില്ല. അപ്പോൾ ഈ 3 കേസിൽ നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം. ഒരു മിനിറ്റ്. ഓക്കെ, അപ്പം ഫസ്റ്റത്തെയാണ് നമ്മൾ ഓൾട്ടർ ടേബിൾ ആഡ് കോളം. ഒരു പുതിയ കോളത്തിലേക്ക് ആഡ് ചെയ്യണം. ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സിൻടാക്സ് ആണ് ഓൾട്ടർ ടേബിൾ നെയിം ആഡ് കോളം നെയിം ഡാറ്റ ടൈപ്പ്. ഇപ്പോൾ ഓൾറെഡി ഉള്ള നമ്മുടെ ഒരു ടേബിളിലേക്ക് ഒരു പുതിയ ഒരു കോളത്തിന് ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സിൻടാക്സ് ഓൾട്ടർ ടേബിൾ ഏത് ടേബിളാണോ അതിൻ്റെ പേര്, ആഡ് എന്ന് പറയുന്നൊരു കീവേഡ്, കോളം നെയിം ഡാറ്റ ടൈപ്പ്. അപ്പോൾ നേരത്തെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒരു ടേബിൾ ഉണ്ടെന്ന് വിചാരിച്ചോ, കസ്റ്റമർ എന്ന് പറയുന്നൊരു ടേബിൾ ഉണ്ട്. ആ കസ്റ്റമർ ടേബിളിലേക്ക് നമുക്ക് ഇമെയിൽ എന്ന് പറയുന്ന ഒന്നിനെ ആഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഓൾട്ടർ ടേബിൾ, ആ ടേബിളിൻ്റെ പേര് കസ്റ്റമേഴ്സ് എന്നാണ്, ആഡ് ഏതാണോ കോളം, ഇമെയിലാണ്, വാർക്യാർ ഓഫ് 255. ഇപ്പോൾ ഓൾറെഡി ഉള്ള ഒരു കസ്റ്റമർ ടേബിൾ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ വാല്യൂ ഉണ്ടെങ്കിൽ പുതിയതായിട്ട് എന്ത് വരും? ഒരു ഇമെയിൽ എന്ന് പറയുന്ന ഒരു കേസും കൂടി പുതിയതായിട്ട് വരും. ഇങ്ങനെയായിരിക്കും നമുക്ക് വരിക. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ കൺഫ്യൂഷൻ വരിക എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതൊക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് പ്രാക്ടിക്കലി കാണാത്തതുകൊണ്ടാണ്. ഇപ്പോൾ സിസ്റ്റം ഉള്ളവർ ഇതൊന്നും ചെയ്തു വെക്കുക, ഇല്ലാത്തവർക്ക് നമുക്ക് ലാബ് നോക്കാം. ഇനി അടുത്തതാണ് ഡ്രോപ്പ്. അതായത് ഇപ്പോൾ ഓൾറെഡി നമുക്കൊരു ടേബിൾ ഉണ്ടായിരുന്നു, ഒരു ഇമെയിൽ എന്ന് പറയുന്ന ഒരു ഇത് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തില്ലേ, അതായത് ഇമെയിൽ എന്ന് പറയുന്നൊരു കോളം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമുക്കിപ്പോൾ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ, ആ കോളം ഡിലീറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ആഡിൻ്റെ പകരം അവിടെ എന്ത് കൊടുക്കുക? ഡ്രോപ്പ് എന്ന് പറയുന്ന കമാൻഡാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിനെ ഓൾട്ടർ ടേബിളിൻ്റെ പേര്, ഡ്രോപ്പ് കോളം നെയിം, അങ്ങനെ കൊടുക്കുന്നത്. അപ്പോൾ നേരത്തെ നമുക്കിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ടേബിളിൻ്റെ കോളായിരുന്നു ഏത്? ഡ്രോപ്പ് കോളത്തിൻ്റെ പേരെന്തായിരുന്നു? ഇമെയിൽ. ഓക്കെ, ഈ ഒരു സാധനത്തിന് നമുക്ക് ഡ്രോപ്പ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? എങ്ങനെ ഉപയോഗിക്കുക? ഓൾട്ടർ ടേബിൾ, നമ്മുടെ ടേബിളിൻ്റെ പേരെന്തായിരുന്നു? ഓൾട്ടർ ടേബിൾ കസ്റ്റമർ എന്നാണ്. ഓൾട്ടർ ടേബിൾ കസ്റ്റമർ ഡ്രോപ്പ് കോളം ഇമെയിൽ, കോളത്തിൻ്റെ പേര് ഇമെയിൽ എന്ന് പറയുന്നത് നമുക്ക് ഡ്രോപ്പ് ചെയ്യാം. ഇനി മൂന്നാമത്തെന്ന് പറയുന്നത്, ഇപ്പോൾ ഓൾറെഡി നമുക്കൊരു ടേബിളിലുണ്ട്, കുറച്ച് കോളംസും ഉണ്ട്. അപ്പോൾ ആ കോളത്തിൻ്റെ നെയിം മാറ്റണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് മോഡിഫൈ കോളം എന്ന് പറയുന്ന കീവേഡ്. അപ്പം അതിൻ്റെ സിൻടാക്സ് ഓൾട്ടർ ടേബിൾ നെയിം മോഡിഫൈ കോളം നെയിം ഡാറ്റ ടൈപ്പ്. അപ്പം നമുക്ക് ആ കോളത്തിൻ്റെ പേര് നമുക്ക് മാറ്റാം, അല്ലെങ്കിൽ അതിൻ്റെ ഡാറ്റ ടൈപ്പും മാറ്റാൻ പറ്റും. ഓക്കെ,
എൻ്റെ എക്സാമ്പിളായിട്ട് പറയുന്നത് ഓൾട്ടർ ടേബിൾ കസ്റ്റമേഴ്സ് മോഡിഫൈ ഇമെയിൽ ഐ ഡി വാർക്കറഫ് 255. അത് ഇമെയിൽ ഐ ഡി എന്ന് പറയുന്നൊരു ഇമെയിൽ എന്ന് പറയുന്ന ഒരു കോളത്തിൻ്റെ പേര് മാറ്റി എനിക്ക് മെയിൽ ഐ ഡി എന്നാക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, മോഡിഫൈ ഏതാണോ എക്സിസ്റ്റിംഗ് കോളം അതിൻ്റെ പേര് പിന്നെ പുതിയ നെയിം ന്യൂ നെയിം അങ്ങനെ കൊടുക്കുക. ഓൾട്ടർ ടേബിൾ കസ്റ്റമർ മോഡിഫൈ മെയിൽ ഐ ഡി വാർക്കറഫ് 255. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറേ കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ എന്നോട് ചോദിക്കാം. അപ്പോൾ ഒന്നുകൂടി ഡീറ്റെയിൽ കമാൻഡിൻ്റെ ക്ലാസ്സും കേട്ട് എക്സാമ്പിളൊക്കെ ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, താങ്ക് യു.